സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ PYQ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. PYQ റിവിഷന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഭാരതീയ ന്യായ സംഹിത അഥവാ BNS നിലവിൽ വന്ന വർഷം ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ഡി ആണ്. 2024 ഭാരതീയ ന്യായ സംഹിത അഥവാ BNS നിയമം നിലവിൽ വന്നത്. നമുക്ക് നോക്കാം. ഭാരതീയ ന്യായ സംഹിത BNS നിലവിൽ വന്ന വർഷം 2024 ജൂലൈ 1 കേട്ടോ. അപ്പൊ BNS എന്നാണ് നിലവിൽ വന്നത്? 2024 ജൂലൈ 1. നമുക്കറിയാം BNS എന്ന് പറഞ്ഞാൽ എന്താണ്? 1860 നിലവിൽ വന്ന ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPCക്ക് പകരമായാണ് ഭാരതീയ ന്യായ സംഹിത BNS കൊണ്ടുവന്നത് കേട്ടോ. IPCക്ക് പകരമായിട്ടാണ് വന്നത്. ഇനി നമ്മുടെ ഈ ഒരു BNSന്റെ നിയമ ബില്ലിന് 2023 ഡിസംബർ 25 ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ചിലപ്പം ഇത് നിലവിൽ വന്ന വർഷമാണ് 2024 ജൂലൈ 1 എങ്കിൽ ഈ BNS എന്ന് പറഞ്ഞ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച, ഈ നിയമ ബില്ലിന് രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതിയാണ് ചോദിച്ചെങ്കിൽ 2023 ഡിസംബർ 25 ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു ഈ ഭാരതീയ ന്യായ സംഹിതയുടെ ബില്ലിൽ ഒപ്പുവെച്ചത്. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ പഠിച്ചു വെക്കണം, IPCക്ക് പകരമായിട്ടാണ് BNS വന്നത്. ഇനി BNSലെ വകുപ്പുകളുടെ എണ്ണം ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. IPCയിൽ 511 വകുപ്പുകളും അഥവാ 511 സെക്ഷൻസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഭാരതീയ ന്യായ സംഹിതയിൽ BNSൽ വെറും 358 സെക്ഷൻസ് മാത്രമുള്ളതാണ് കേട്ടോ. BNSൽ ടോട്ടൽ 358 വകുപ്പുകൾ അഥവാ സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ ഒരു ദിവസം തന്നെ മറ്റ് 2 പുതിയ നിയമങ്ങളും കൂടി വന്നിട്ടുണ്ട്. അതായത് BNSനൊപ്പം മറ്റു 2 പ്രധാന ക്രിമിനൽ നിയമങ്ങൾ കൂടി 2024 ജൂലൈ 1 നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. ഏതൊക്കെയാണ്? ഫസ്റ്റ്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS, അതായത് CRPCക്ക് പകരം 1973 CRPCക്ക് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഭാരതീയ സാക്ഷ്യ അധിനിയമം BSA കേട്ടോ. ഭാരതീയ സാക്ഷ്യ അധിനിയമം ഇത് ഇന്ത്യൻ തെളിവ് നിയമത്തിന് അഥവാ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പകരമായി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഡേറ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു BNSന്റെ നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ ഡേറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. 2024 ജൂലൈ 1 നിലവിൽ വന്നതാണ്. ഏതൊക്കെയാണ്? BNS, അതുപോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, പിന്നെ BSA ഭാരതീയ സാക്ഷി അധിനിയമം. BNS IPCക്ക് പകരമായി വന്നു. BNSS എന്തിനു പകരമായിട്ടാണ്? CRPCക്ക് പകരമായിട്ട് വന്നു. ഭാരതീയ സാക്ഷി അധിനിയമം ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് വന്നു. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോകും, അടുത്ത ചോദ്യത്തിലോട്ട് പോകും. അടുത്ത ചോദ്യം, ഒഫൻസ് കുറ്റം എന്നതിന്റെ BNS അനുസരിച്ചുള്ള അർത്ഥം എന്താണെന്നാണ് വെച്ചത്. അപ്പൊ എന്താണ് ഒഫൻസ് അഥവാ കുറ്റം എന്നതിന്റെ BNS അനുസരിച്ചുള്ള അർത്ഥം എന്താണെന്നാണ് വെച്ചത്. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. BNS പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തിയാണ് എന്താണ് കുറ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്താണ് ഈ കുറ്റം അഥവാ ഒഫൻസ് അഥവാ കുറ്റം എന്ന് പറയുന്നത് എന്താണ്, BNS അനുസരിച്ചുള്ള അർത്ഥം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന് തന്നെ ആൻസർ ഉണ്ട്. എന്താണ്? BNS പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തിയാണ് കുറ്റം എന്ന് പറയുന്നത്. അതിന്റെ നിർവചനം നമുക്ക് നോക്കിപ്പോവാം. കുറ്റം അഥവാ ഒഫൻസ് എന്ന് പറഞ്ഞ നിർവചനം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 224 പ്രകാരമാണ് കുറ്റം എന്ന പദം നിർവഹിച്ചിരിക്കുന്നത്. കുറ്റം അഥവാ ഒഫൻസ് നിർവഹിച്ചിരിക്കുന്നത് സെക്ഷൻ 224 കേട്ടോ. അതായത് ഈ നിയമപ്രകാരം അല്ലെങ്കിൽ നിലവിലുള്ള മറ്റ് നിയമങ്ങൾ വഴി ശിക്ഷാർഹമായ ഏതൊരു പ്രവൃത്തിയോ അല്ലെങ്കിൽ നിയമപരമായി ചെയ്യേണ്ടത് ചെയ്യാതിരിക്കലോ ആണ് കുറ്റകരമായി കണക്കാക്കുന്നത്. അപ്പൊ BNS പ്രകാരം സെക്ഷൻ 224 പ്രകാരം കുറ്റം എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു പ്രവൃത്തിയോ അല്ലെങ്കിൽ നിയമപരമായോ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കലോ ആണ് കുറ്റകരമായി കണക്കാക്കുന്നത് കേട്ടോ. അത് പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മറ്റു നിർവചനങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് സെക്ഷൻ 2 BNS ആക്ടിലെ സെക്ഷൻ 2(3) കുട്ടിക്ക് നിർവചനം നൽകുന്നത്. ഈ BNSൽ കുട്ടി എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ആരെയും കുട്ടി എന്ന് പറയും കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള ആരെയും കുട്ടി എന്നാണ് BNS ആക്ട് പ്രകാരം നിർവചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 2(8) എന്ന് പറയുന്നത് രേഖ അഥവാ ഡോക്യുമെന്റ്.
ഡോക്യുമെന്റ് ആയിട്ട് വരുന്നത് തെളിവായി ഉപയോഗിക്കാവുന്ന അടയാളത്തിലോ അക്ഷരങ്ങളിലോ ഡിജിറ്റലായോ ഉള്ളവയാണ് BNS പ്രകാരം സെക്ഷൻ 2.8 രേഖ അഥവാ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 2.14 ക്ഷതി അഥവാ ഇഞ്ചുറി കേട്ടോ. സെക്ഷൻ 2.14 എന്താണ്? ക്ഷതി അഥവാ ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആൾക്ക് അയാളുടെ ശരീരത്തിനോ മനസ്സിനോ സ്വത്തിനോ ഏൽക്കുന്ന ഏതൊരു ഹാനിയും ക്ഷതി എന്ന് വിളിക്കാം. അപ്പൊ നാളെ നടക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് അപ്പം ഈ ഇഞ്ചുറി എന്ന് പറയുന്നതിന്റെ നിർവചനം എന്താണെന്ന് ചോദിക്കാം. ചിലപ്പോൾ ശരീരത്തിന് മാത്രം ഏൽക്കുന്ന മുറിവിനെയാണ് ഇഞ്ചുറി എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻസ് കിടക്കാം. പക്ഷെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നിർവചനം എന്താണ്? BNS ആക്ട് സെക്ഷൻ 2.14 പ്രകാരം ക്ഷതി അഥവാ ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആൾക്ക് അയാളുടെ ശരീരത്തിനോ മനസ്സിനോ സ്വത്തിനോ ഏൽക്കുന്ന ഏതൊരു ഹാനിയും ക്ഷതി അഥവാ ഇഞ്ചുറി എന്ന് വിളിക്കാം. ക്ലിയർ ആണേ? അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ അടുത്ത ചോദ്യം, BNS ആക്ട് പ്രകാരം ട്രൈഫിൾസ് കേട്ടോ, ട്രിഫിൾസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ? BNS ആക്ട് പ്രകാരം ട്രിഫിൾസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. നിസ്സാരമായ ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവൃത്തികളെയാണ് ട്രൈഫിൾസ് അഥവാ ട്രിഫിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 33 ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 33 ട്രിഫിൾസ് അല്ലെങ്കിൽ നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. ട്രിഫിൾസ് അല്ലെങ്കിൽ നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് BNS ആക്ടിലെ സെക്ഷൻ 33 പ്രകാരമാണ്. അതായത് ഈ ട്രിഫിൾസ് അഥവാ നിസ്സാരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തി പരാതിപ്പെടാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള അതീവ നിസ്സാരമായ ദോഷങ്ങൾ വരുത്തുന്ന പ്രവൃത്തികൾ കുറ്റകൃത്യമായി കണക്കാക്കാനാവില്ല എന്ന് ഈ നിയമം വ്യക്തമാക്കുന്നു. അപ്പൊ എന്താണ് ട്രിഫിൾസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു സാധാരണ വ്യക്തി പരാതിപ്പെടാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള അതീവ നിസ്സാരമായ ദോഷങ്ങൾ വരുത്തുന്ന പ്രവൃത്തികൾ കുറ്റകൃത്യമായി കണക്കാക്കാനാവില്ല എന്ന് ഈ നിയമം വ്യക്തമാക്കുന്നു. ക്ലിയർ ആണ്? ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നിർബന്ധിത സാമൂഹ്യ പ്രവർത്തനമാണ്. പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ഇനിയും റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ എന്താണ്? ഭാരതീയ ന്യായ സംഹിത ആക്ടില് പുതിയതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി ഏതാണ്? നിർബന്ധിത സാമൂഹ്യ സേവനം. നമുക്ക് നോക്കാം. നമുക്കറിയാം IPCയിൽ ആകെ 5 ശിക്ഷാരീതികളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമ്മുടെ BNS, നമ്മുടെ പുതിയ ക്രിമിനൽ നിയമമായിട്ടുള്ള BNSൽ ആകെ 6 തരത്തിലുള്ള ശിക്ഷാരീതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ശിക്ഷാരീതികളെ കുറിച്ച് പറയുന്നതാണ് BNS ആക്ടിലെ സെക്ഷൻ 4 കേട്ടോ. അപ്പൊ ഏതൊക്കെ ശിക്ഷകളാണ് BNS ആക്ട് പ്രകാരം ഇപ്പൊ നിലവിലുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ മരണശിക്ഷ അഥവാ വധശിക്ഷ. രണ്ടാമത്തേത് തടവ് ശിക്ഷ അഥവാ കഠിന തടവ് അല്ലെങ്കിൽ സാധാരണ തടവുള്ള തടവ് ശിക്ഷ. മൂന്നാമത്തേത് സ്വത്ത് കണ്ടെത്തൽ. പിന്നെ പിഴ അഥവാ ഫൈൻ. പിന്നെ നിർബന്ധിത സാമൂഹിക പ്രവർത്തനം, കമ്മ്യൂണിറ്റി സർവീസ്. ഇത് പുതുതായി കൂട്ടിച്ചേർത്താണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. എന്താണ്? മരണശിക്ഷ, തടവ് ശിക്ഷ, സ്വത്ത് കണ്ടെത്തൽ, പിഴ, നിർബന്ധിത സാമൂഹ്യ സേവനം എന്നിവയാണ് 6 തരത്തിലുള്ള ശിക്ഷാരീതികളായിട്ട് വരുന്നത് കേട്ടോ. ഇതിനകത്ത് നിർബന്ധിത സാമൂഹിക പ്രവർത്തനം, കമ്മ്യൂണിറ്റി സർവീസ് ആണ് പുതുതായി കൂട്ടിച്ചേർത്തത്, അതായത് BNS ആക്ടിൽ കൂട്ടിച്ചേർത്തത്. അപ്പൊ എന്താണ് നിർബന്ധിത സാമൂഹിക പ്രവർത്തനം എന്ന് പരീക്ഷയ്ക്ക് ഇനി റിലേറ്റ് ചെയ്ത് ചോദിക്കാം, അഥവാ കമ്മ്യൂണിറ്റി സർവീസ് എന്ന്. അപ്പൊ നമുക്ക് നോക്കാം. ചെറിയ കുറ്റകൃത്യങ്ങൾക്ക്, അതായത് ഉദാഹരണത്തിന് ചെറിയ തുകയുടെ മോഷണം, പൊതുസ്ഥലത്തെ മദ്യപിച്ചുള്ള ബഹളം, അപകീർത്തിപ്പെടുത്തൽ എന്നിവയ്ക്ക് തടവ് ശിക്ഷയ്ക്ക് പകരം കോടതികൾക്ക് നൽകാവുന്ന ഒരു പുതിയ ശിക്ഷാരീതിയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ. ചെറിയ കുറ്റകൃത്യങ്ങൾ, ഉദാഹരണത്തിന് ചെറിയ തുകയുള്ള മോഷണം, പൊതുസ്ഥലത്തെ മദ്യപിച്ചുള്ള ബഹളം, അതുപോലെ തന്നെ എന്താണ് അപകീർത്തിപ്പെടുത്തൽ എന്നിവയ്ക്കൊക്കെ എന്താണ് തടവ് ശിക്ഷയ്ക്ക് പകരം നമ്മുടെ കോടതികൾക്ക് നൽകാവുന്ന ഒരു പുതിയ ശിക്ഷാരീതിയാണ് നിർബന്ധിത സാമൂഹ്യ പ്രവർത്തനം. അതായത് ഇതിലൂടെ കുറ്റവാളിക്ക് ജയിലിൽ പോകാതെ തന്നെ സമൂഹത്തിന് ഉപകാരപ്രദമായ ജോലികൾ ചെയ്ത് തെറ്റുതിരുത്താനുള്ള അവസരം ലഭിക്കുന്നു. ഈ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവർക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. അതോടെ നോട്ട് ചെയ്തോണേ. ഈ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവർക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വണ്ടിയൊക്കെ ഓടിച്ച ഒരുപാട് കുട്ടികളൊക്കെ പോകത്തില്ല, അപകടപരമായ രീതിയിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അവരെ എന്താണ് പോലീസോ MVD പിടിച്ച് അവരെ നിർബന്ധിത സാമൂഹ്യ പ്രവർത്തനത്തിന് പറഞ്ഞു വിടത്തില്ലേ? എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത്? അവർ ഒരാഴ്ച പോയി മെഡിക്കൽ കോളേജിൽ പോയി എന്താണ് അവിടെയുള്ള വേണ്ട സഹായങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാനല്ലേ അവർ പറയുന്നത്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവിടെ നിർബന്ധിത സാമൂഹ്യ പ്രവർത്തനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഒരു ശിക്ഷയ്ക്ക്, അതായത് ഇങ്ങനെ ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് പ്രതിഫലം ലഭിക്കുക ഇല്ല കേട്ടോ. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം.
അതുപോലെ തന്നെ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൽ കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് ആ ബാച്ചിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത് കേട്ടോ. 1 hour ലൈവ് സെക്ഷൻ ആണ് കേട്ടോ. ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സ് നമ്മൾ ആ ഒരു ബാച്ചിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, പിന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ല പഠിപ്പിക്കുന്നത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അതുകൂടാതെ തന്നെ നമ്മൾ എല്ലാ മാസത്തെയും കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ബാച്ചിലെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ഒരു 200 രൂപയ്ക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കറിയാം, ഇനി വരുന്ന പരീക്ഷകളെല്ലാം 10ഉം 20 മാർക്കുകളൊക്കെയാണ് കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് മുമ്പിൽ ചോദിക്കുന്നുള്ളത്. അപ്പോൾ ഇതൊരു ബാച്ചിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 6 മാസമാണ് ഡ്യൂറേഷൻ പറഞ്ഞതെങ്കിലും നമ്മൾ ഏറ്റവും അവസാനം നടക്കുന്ന പരീക്ഷയാണ് VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ആ VFA പരീക്ഷ വരെയുള്ള ഡ്യൂറേഷൻ ആയിരിക്കും ഈ ഒരു ബാച്ചിന് വരുന്നത്. വെറും 200 രൂപയ്ക്ക് കറണ്ട് അഫയേഴ്സ് സെറ്റ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവുന്ന ബാച്ചാണ്. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ് കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത. ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത BNSS ആണ്. അതായത് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. അതായത് എന്താണ്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത കേട്ടോ. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത് ആർക്കാണ് സമൻസ് അയക്കാൻ അധികാരമുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, കോടതികൾക്കാണ് കേട്ടോ. അപ്പൊ BNSS പ്രകാരം, അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? കോടതികൾക്കാണ് സമൻസ് അയക്കാനുള്ള അധികാരം. അപ്പൊ എന്താണ് സമൻസ് എന്നുള്ളത് നമുക്ക് നോക്കി പോവാം. സമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് ഒരു വ്യക്തിക്ക് കോടതി നൽകുന്ന ഔദ്യോഗികമായ രേഖാമൂലമുള്ള ഉത്തരവാണ് സമൻസ് എന്ന് പറയുന്നത്. ഞാനിപ്പം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു മൈൻഡ് വന്നൊരു സിനിമയാണ് എന്നാ താൻ കേസ് കൊട് എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും എല്ലാവരും. അപ്പൊ കുഞ്ചാക്കോമന്റെ ഒക്കെ പടം, അതിനകത്ത് ഒരു കോടതി നടപടികളൊക്കെ നമുക്ക് കുറച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതിനകത്ത് ഒരു ഡയലോഗ് ഉണ്ട്. ഒരു മന്ത്രിയാണ് പ്രതിയായിട്ട് വരുന്നത് ഈ കുഞ്ചാക്കോം കൊടുക്കുന്ന കേസിൽ. അപ്പം പോലീസുകാർ പറയും മന്ത്രിയാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പറ്റത്തില്ലേ, സമൻസ് ഇട്ട് ഓർഡർ എടുക്കുന്നു, പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വാടോന്ന് ആ ഒരു മജിസ്ട്രേറ്റ് പറയത്തില്ലേ, ആ ഒരു കോടതി പറയത്തില്ലേ. അപ്പൊ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അങ്ങനെ ആ കോടതി കൊടുക്കുന്ന ഓർഡറാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കോടതിക്ക് മുമ്പേ ഹാജരാക്കാൻ. ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്, സാർ മന്ത്രി ആയതുകൊണ്ട് ഇവിടെ ഹാജരാവാൻ വരാൻ പറ്റില്ല, മന്ത്രിയുടേതായ തിരക്കുണ്ടെന്ന്. അപ്പം പറയാം കോടതിക്ക് അതിനെക്കാട്ടും വലിയ പവറുണ്ട്, അതുകൊണ്ട് എന്താണ് ഞാൻ സമൻസ് അയക്കുന്നു, അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണോ എന്ന് പറയത്തില്ല. ആ ഡയലോഗ് ഫേമസ് ആണ്. അപ്പൊ അത് തന്നെയാണ് സമൻസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് സമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോടതിയിൽ ഹാജരാക്കുന്നതിനായി ഒരു വ്യക്തിക്ക് കോടതി നൽകുന്ന ഔദ്യോഗികമായ രേഖാമൂലമുള്ള ഉത്തരവിനെയാണ് സമൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇനി അടുത്ത പോയിന്റ്, വകുപ്പ് 63 ആണേ. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ വകുപ്പ് 63 പ്രകാരമാണ് സമൻസ് പുറപ്പെടുവിക്കുന്നത്. അതുകൂടെ ഓർത്തോണം. BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 63 ആണ് സമൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. സെക്ഷൻ 63 അതോടെ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് സമൻസ് പലതരത്തിലുള്ള സമൻസ് ഉണ്ട്. അതായത് ഡിജിറ്റൽ സമൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ പുതിയ നിയമത്തിലാണ്. നമ്മുടെ പഴയ അതായത് CRPCയിൽ സമൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ സമൻസ് ഉള്ളത്. ഇപ്പോൾ എന്നാൽ ഡിജിറ്റൽ സമൻസ് ഉണ്ട്. അതായത് പുതിയ നിയമപ്രകാരം സമൻസുകൾ ഡിജിറ്റൽ ഒപ്പോടുകൂടിയോ അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്ത ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, ഇമെയിൽ, SMS മുതലായവ വഴിയോ അയക്കാൻ കോടതികൾക്ക് അധികാരമുണ്ട് കേട്ടോ. നേരത്തെ നമ്മളൊരു ഒരു കോടതി ഒരു നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊണ്ട് കൊടുക്കുമല്ലേ, പോലീസുകാർ വരുമ്പം സമൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഡിജിറ്റൽ സമൻസ് പുതിയ നമ്മുടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിയമപ്രകാരം ഡിജിറ്റൽ സമൻസോടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡിജിറ്റൽ സമൻസ് എന്ന് പറയുന്നത് പുതിയ നിയമപ്രകാരം സമൻസുകൾ ഡിജിറ്റൽ ഒപ്പോടുകൂടി അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്ത ഇലക്ട്രോണിക് മാധ്യമങ്ങൾ അഥവാ ഇമെയിൽ, SMS മുതലായവ വഴിയോ കോടതിക്ക് അയക്കാൻ കോടതിക്ക് അധികാരമുണ്ട് എന്ന് പുതിയ നിയമപ്രകാരം പറയുന്നു. ഇനി നമുക്ക് നോക്കാം അടുത്ത പോയിന്റ്.
സമൻസ് നടപ്പിലാക്കൽ സെക്ഷൻ 64. അപ്പൊ നമ്മൾ പഠിച്ചാണ് സെക്ഷൻ 63 ആണ് സമൻസ്. സെക്ഷൻ 63 ആണ് സമൻസ്. എന്നാൽ BNSSലെ സെക്ഷൻ 64 ആണ് സമൻസ് നടപ്പാക്കലിനെ കുറിച്ച് പറയുന്നത്. അതായത് കോടതി പുറപ്പെടുവിക്കുന്ന സമൻസ് വ്യക്തികളിൽ എത്തിക്കുന്നത് പ്രധാനമായും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വഴിയോ അല്ലെങ്കിൽ കോടതിയിലെ മറ്റു ഉദ്യോഗസ്ഥർ വഴിയോ ആയിരിക്കും. അത് പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ് സെക്ഷൻ 64 പ്രകാരം സമൻസ് നടപ്പിലാക്കുന്നത് ആരൊക്കെയാണ്? കോടതി പുറപ്പെടുവിക്കുന്ന സമൻസ് വ്യക്തികളിൽ എത്തിക്കുന്നത് പ്രധാനമായും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വഴിയോ അല്ലെങ്കിൽ കോടതിയിലെ മറ്റ് ഉദ്യോഗസ്ഥർ വഴിയോ ആയിരിക്കും. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, BNSSലെ അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിയമത്തിലെ വകുപ്പുകൾ 168 മുതൽ 172 പ്രകാരമുള്ള നടപടികളുടെ പ്രധാന ലക്ഷ്യം എന്താണെന്നാണ്. അപ്പൊ 168 മുതൽ 172 വരെയുള്ള സെക്ഷൻസ് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക എന്നതിനെ പറ്റിയാണ് സെക്ഷൻ 168 മുതൽ 172 വരെ BNSSലെ നിയമങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 അധ്യായം 12 പൂർണ്ണമായും പോലീസിന്റെ പ്രതിരോധ നടപടികൾ അഥവാ പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് പോലീസ് എന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതായത് പോലീസിന്റെ പ്രതിരോധ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് 168 മുതൽ 172 വരെ. അപ്പൊ നമുക്ക് ആ പ്രധാനപ്പെട്ട സെക്ഷൻസ് നോക്കിപ്പോവാം. വകുപ്പ് 168 അഥവാ സെക്ഷൻ 168 എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാനാകുന്ന കുറ്റകൃത്യങ്ങൾ അഥവാ കോഗ്നിസബിൾ ഒഫൻസ് ആണ്. തിരിച്ചറിയാനാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി പോലീസിന് ഇടപെടാനുള്ള അധികാരം നൽകുന്നു. അപ്പോൾ വകുപ്പ് അതായത് സെക്ഷൻ 168 എന്താണ്? തിരിച്ചറിയാനാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി പോലീസിന് ഇടപെടാനുള്ള അധികാരം നൽകുന്നു. ഇനി സെക്ഷൻ 169 എന്താണ്? ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അത് മേലധികാരികളെ അറിയിക്കാനുള്ള പോലീസിന്റെ ചുമതല. അപ്പൊ സെക്ഷൻ 169 എന്താണ്? ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അത് മേലധികാരികളെ അറിയിക്കാനുള്ള പോലീസിന്റെ ചുമതല. ഇനി സെക്ഷൻ 170 എന്താണ്? കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ അധികാരം അഥവാ പ്രിവെന്റീവ് അറസ്റ്റ് ആണ്. അപ്പൊ പഠിച്ചു വെക്കണം. സെക്ഷൻ 170 എന്താണ്? കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ അധികാരം. വകുപ്പ് 171 സെക്ഷൻ 171 പൊതുസ്വത്ത് നശിപ്പിക്കുന്നത് തടയൽ. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് സെക്ഷൻസ് ആണ്. ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. സെക്ഷൻ 171 എന്താണ്? BNSSലെ സെക്ഷൻ 171 എന്താണ്? പൊതുസ്വത്ത് നശിപ്പിക്കുന്നത് തടയൽ. പൊതുസ്വത്ത് നശിപ്പിക്കുന്നത് തടയൽ. ഇനി വകുപ്പ് 172 എന്താണ്? പോലീസിന്റെ നിയമപരമായ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പൊതുജനങ്ങൾ ബാധ്യസ്ഥരാണ്. പഠിച്ചു വെക്കണേ. സെക്ഷൻ 172 എന്താണ്? പോലീസിന്റെ നിയമപരമായ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പൊതുജനങ്ങൾ ബാധ്യസ്ഥരാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, BNSS പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ് എന്നാണ് ചോദിക്കുന്നത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ്? പക്ഷെ ഇതിൽ നമുക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് മിസ്റ്റേക്ക് എന്നല്ല പറയുന്നത്, ഇത് FIR രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതെന്നാണ് വരുന്നത്. പക്ഷേ നമ്മുടെ PSCയിലെ ഉത്തരപ്രകാരം 7 ദിവസത്തിനുള്ളിൽ നിന്നാണ് അത്. പക്ഷെ അങ്ങനെ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ എന്താണ് 7 ദിവസത്തിനുള്ളിൽ നിന്ന് മാത്രമേ കിടക്കുന്നുള്ളൂ. 14 ദിവസമാണ് വരുന്നത്, ഉള്ളിൽ നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പം ആൻസർ ഫൈനൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ബി ഉടനെ തന്നെ എന്നാണ് ഫൈനൽ ആൻസർ കീയിൽ കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ ബി ഉടൻ തന്നെ എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിപ്പോവാം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 173(3) പ്രകാരം 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുവാൻ പോലീസിന് അധികാരമുണ്ട്. ഇത് 14 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് വരുന്നത് 14 ദിവസമാണ് കേട്ടോ. FIR രജിസ്റ്റർ ചെയ്യേണ്ടത് 14 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ സന്ദർഭം ഒന്നും തന്നില്ല. കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്, FIR പൂർത്തിയാക്കേണ്ട കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്. ആ ഇൻസിഡൻസും കാര്യങ്ങളൊന്നുമില്ല. FIR എപ്പോഴാണ് എത്ര സമയത്തിനുള്ളിലാണ് പൂർത്തിയാക്കേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ഉത്തരം 14 ദിവസത്തിനുള്ളിലാണ് പൂർത്തിയാക്കേണ്ടത്. എന്നാൽ കേരള PSC പ്രകാരം, അതായത് കേരള PSCയിലെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം എന്താണ് 7 ദിവസത്തിനുള്ളിൽ എന്ന ഓപ്ഷൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്, 7 ദിവസത്തിനുള്ളിൽ. പക്ഷെ ഫൈനൽ ആൻസർ കീയിൽ ഉടൻ തന്നെ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് FIR നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ FIR ഇലക്ട്രോണിക് FIR എന്താണെന്ന് നോക്കാം. കുറ്റകൃത്യങ്ങൾ നേരിട്ട് പോലീസ് സ്റ്റേഷൻ പോകാതെ തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം BNSS നൽകുന്നു. എന്നാൽ FIR ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നതിനും പരാതി നൽകുന്ന വ്യക്തി 3 ദിവസം നേരിട്ടെത്തി ഒപ്പിടേണ്ടതുണ്ട്.
ഇനി സീറോ FIR എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. സീറോ FIR എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന്റെ പരിധി നോക്കാതെ രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാം. പിന്നീട് ഇത് ശരിയായ അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റപ്പെടും. അപ്പൊ എന്താണ് സീറോ FIR എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ എന്താണ് സീറോ FIR? കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന്റെ പരിധി നോക്കാതെ രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാം. പിന്നീട് ഇത് ശരിയായ അധികാര പരിധിയിലുള്ള ജൂറിസ്ഡിക്ഷനിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റപ്പെടും. അതുപോലെ തന്നെ പ്രാഥമിക അന്വേഷണം. ചില നിസാര കുറ്റങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പോലീസിന് 14 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം നടത്താവുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള പരാതി. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഏതെങ്കിലും വനിതാ ഉദ്യോഗസ്ഥരോ ആയിരിക്കണം രേഖപ്പെടുത്തേണ്ടത് എന്നാണ് പറഞ്ഞത്. പിന്നെ FIR രജിസ്റ്റർ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ പകർപ്പ് അടുത്തുള്ള മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം. വളരെ ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ പഠിച്ചു വെക്കണം. അപ്പൊ എന്താണ്? FIR രജിസ്റ്റർ ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ പകർപ്പ് അടുത്തുള്ള മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം. പരാതി നൽകിയ വ്യക്തിക്ക് FIRന്റെ പകർപ്പ് സൗജന്യമായി പോലീസുകാർ നൽകേണ്ടതുണ്ട്. പരാതി നൽകിയ വ്യക്തിക്ക് FIRന്റെ പകർപ്പ് സൗജന്യമായി പോലീസുകാർ നൽകേണ്ടതുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഭാരതീയ സാക്ഷ്യ അധിനിയം BSA ആക്ടിൽ പ്രകാരം എവിഡൻസ് എന്ന പദം നിർവചിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 2-ലാണ് എവിഡൻസ് എന്ന പദം നിർവചിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സെക്ഷൻ 2 എന്താണെന്ന് നോക്കാം. BSA ആക്ട് പ്രകാരം സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ സെക്ഷൻ 2(1)(e)ലാണ് എവിഡൻസ് അഥവാ തെളിവ് എന്ന പദം കൃത്യമായി നിർവചിച്ചിരിക്കുന്നത്. ഈ നിയമപ്രകാരം തെളിവുകളെ 2ആയി തരംതിരിക്കുന്നു. അപ്പൊ തെളിവുകളെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വാക്കാലുള്ള തെളിവുകളും പിന്നെ രേഖാമൂലമുള്ള തെളിവുകളും. ഫസ്റ്റ് വാക്കാലുള്ള തെളിവുകൾ അഥവാ ഓറൽ എവിഡൻസ് ആണ്. ഓറൽ എവിഡൻസ് അഥവാ വാക്കാലുള്ള തെളിവുകൾ എന്താണെന്ന് നോക്കാം. ഡിജിറ്റലായി അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ നൽകുന്ന മൊഴികളും ഇതിൽ ഉൾപ്പെടുന്നു കേട്ടോ. അപ്പോൾ വാക്കാലുള്ള തെളിവുകളിൽ ഡിജിറ്റലായി ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ നൽകുന്ന മൊഴികളും ഇതിൽ ഉൾപ്പെടുന്നു. ഇനി അടുത്തത് രേഖാമൂലമുള്ള തെളിവുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ പരമ്പരാഗത രേഖകൾക്ക് പുറമെ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡുകളും അഥവാ ഇമെയിൽസ്, വാട്സ്ആപ്പ് ചാറ്റ്സ്, CCTV മുതലായവയൊക്കെ ഉൾപ്പെടുന്നതാണ് രേഖാമൂലമുള്ള തെളിവുകളിൽ. ഇനി അടുത്ത ചോദ്യം, സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം എന്താണ്? സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ചീഫ് ക്രോസ് റീ ആണ് കേട്ടോ. ചീഫ് ക്രോസ് റീ ആണ്. അതായത് സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം എങ്ങനെയാണെന്നാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് വരുന്നത്. അതിന്റെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. ചീഫ് എന്ന് പറയുന്നത് ചീഫ് എക്സാമിനേഷൻ, ക്രോസ് എന്ന് പറഞ്ഞാൽ ക്രോസ് എക്സാമിനേഷൻ, പിന്നെ റീ എന്ന് പറഞ്ഞാൽ റീ എക്സാമിനേഷൻ എന്ന ക്രമത്തിലാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ആരൊക്കെയാണെന്ന് അറിയണം. ഫസ്റ്റ് തന്നെ ചീഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമിനേഷൻ ചീഫ്. അതായത് ഒരു സാക്ഷിയെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയ കക്ഷി ആരാണോ സാക്ഷിയെ ഹാജരാക്കിയത് ആദ്യം ചോദ്യം ചെയ്യുന്നതിനെയാണ് ചീഫ് എക്സാമിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ചീഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സാക്ഷിയെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയ കക്ഷി ആദ്യം ചോദ്യം ചെയ്യുന്നതിനെയാണ് ചീഫ് എക്സാമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്രോസ് എക്സാമിനേഷൻ എന്നാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ക്രോസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ചീഫ് എക്സാമിനേഷന് ശേഷം എതിർ കക്ഷി ആ സാക്ഷിയെ ചോദ്യം ചെയ്യുന്നതിനെയാണ് ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്, അഥവാ മറുവിസ്താരം എന്ന് പറയുന്നത്. സാക്ഷിയുടെ വിശ്വസ്തത പരിശോധിക്കാനും സത്യം പുറത്തു കൊണ്ടുവരാനും ഇത് സഹായിക്കുന്നു. ഇനിയാണ് റീ എക്സാമിനേഷൻ. റീ എക്സാമിനേഷൻ അതായത് ക്രോസ് എക്സാമിനേഷന് ശേഷം സാക്ഷിയെ ഹാജരാക്കിയ കക്ഷിക്ക് ആവശ്യമെങ്കിൽ കോടതിയുടെ അനുമതിയോടെ വീണ്ടും ചോദ്യം ചെയ്യാവുന്നതാണ്. ക്രോസ് എക്സാമിനേഷനിൽ വന്ന വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ വിശദീകരിക്കാനാണ് സാധാരണയായി ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ പഠിച്ചു വെക്കണേ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദ്യം എന്താണ്? സാക്ഷിയെ ചോദ്യം ചെയ്യുന്നതിനുള്ള ശ്രമത്തെ പറയുന്നതാണ് എന്താണ്? ആദ്യം ചീഫ് ആയിരിക്കും, അത് പിന്നീട് ക്രോസ് ആയിരിക്കും, അതിനുശേഷം റീ ആയിരിക്കും. അങ്ങനെയാണ് ചീഫ് ക്രോസ് റേ എന്ന പ്രോസസ്സ് വരുന്നത് കേട്ടോ. ചീഫ് ക്രോസ് റേ ആദ്യം ആരായിരിക്കും? ചീഫ് എക്സാമിനേഷൻ ആയിരിക്കും, രണ്ടാമത്തെ ക്രോസ് എക്സാമിനേഷൻ ആയിരിക്കും, പിന്നെ റീ എക്സാമിനേഷൻ അതായിരിക്കും. സാക്ഷിയെ ചോദ്യം ചെയ്യുന്ന രീതിയാണ് ചീഫ് ക്രോസ് റേ കേട്ടോ. ചീഫ് ക്രോസ് റീ. അടുത്ത ചോദ്യം നോക്കാം. കേരള പോലീസ് ആക്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത് എവിടെയാണ്? പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത് സെക്ഷൻ 29-ലാണ്. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 29 ബിഹേവിയർ ഓഫ് പോലീസ് ഓഫീസേഴ്സ് പറയുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാം. കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 എന്താണ്? ബിഹേവിയർ ഓഫ് പോലീസ് ഓഫീസേഴ്സ് എന്താണെന്ന് നോക്കാം. പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പെരുമാറേണ്ട രീതികളും വിശദീകരിക്കുന്നു.
ഇതനുസരിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണ വേളയിൽ പോലീസ് ഉദ്യോഗസ്ഥർ വിനയത്തോടും ഔചിത്യത്തോടും അനുകമ്പയോടും കൂടി പെരുമാറേണ്ടതുണ്ട്. കൂടാതെ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ പ്രത്യേക ആവശ്യങ്ങൾ മുൻഗണന നൽകണമെന്നും ഈ ഒരു വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. അതാണ് സെക്ഷൻ 29 എന്നാണ് പോലീസുകാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്ന സെക്ഷൻ. ഇനി അതുമായിട്ട് അനുബന്ധപ്പെട്ട സെക്ഷൻസ് കൂടെ നമുക്കൊന്ന് പഠിച്ചു പോകണം. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 30 എന്താണ്? പോലീസ് ഓഫീസർ ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. അതായത് സെക്ഷൻ 30 പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മികച്ച രീതിയിൽ നിലനിർത്തുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 30. ഇനി സെക്ഷൻ 31 എന്ന് പറഞ്ഞാൽ പോലീസ് ടു കീപ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ. അതായത് ഔദ്യോഗികമായി ലഭിക്കുന്ന രഹസ്യ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ പോലീസ് ബാധ്യസ്ഥരാണെന്ന് എന്നാണ് ഈ വകുപ്പ് വ്യക്തമാക്കുന്നത്. സെക്ഷൻ 31. ഇനി ലാസ്റ്റ് സെക്ഷൻ 32 പോലീസ് ഓഫീസർ ലയബിൾ ടു എക്സ്പ്ലെയിൻ. അതായത് പോലീസിന്റെ ഏതൊരു നിയമപരമായ നടപടികളെ കുറിച്ചും പൊതുജനങ്ങൾക്ക് വിശദീകരണം നൽകാൻ അവർ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 32. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, കേരള പോലീസ് ആക്ട് 98 വകുപ്പ് പ്രകാരം സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ജില്ലാ പോലീസ് മേധാവിയാണ് സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 98 ആണ്. ഈ നിയമത്തിലെ 98 വകുപ്പ് പ്രകാരമാണ് ക്രമസമാധാന പാലനത്തിൽ പോലീസിനെ സഹായിക്കുന്നതിനായി സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ താൽക്കാലികമായി നിയമിക്കുന്നത്. നമുക്കറിയാം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ എന്താണ്? താൽക്കാലിക ജോലിയല്ലേ, അപ്പൊ താൽക്കാലികമായിട്ട് നിയമിക്കുന്നത്. അപ്പൊ ഇനി നിയമന അധികാരി ആരാണെന്നാണ്. അതായത് സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കാനുള്ള പൂർണ്ണ അധികാരം ജില്ലാ പോലീസ് മേധാവിക്കാണ്. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കാനുള്ള പൂർണ്ണ അധികാരം ജില്ലാ പോലീസ് മേധാവിക്കാണ്, അതായത് ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനാണ്. ഇനി നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസറിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം. അതായത് സ്പെഷ്യൽ പോലീസ് ഓഫീസർ ആവാൻ 18 വയസ്സിനും 60 വയസ്സിനും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. മുൻഗണന എന്ന് പറയുന്നത് മുൻ സൈനികർ. നമുക്കറിയാം സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട് എക്സ് സർവീസ്മെൻസ് കാണാം, അതുപോലെ തന്നെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കാണാം, ഹോം ഗാർഡുകൾ കാണാം, NCC, അതുപോലെ തന്നെ NSS അല്ലെങ്കിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, SPC എന്നിവയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് മുൻഗണന ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ശാരീരിക ക്ഷമതയും നല്ല സ്വഭാവമുള്ള വ്യക്തികളായിരിക്കണം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായിട്ട് വരേണ്ടത്. ക്ലിയർ ആണ്? ഇത്രയുമാണ് അവരുടെ യോഗ്യതകളൊക്കെ വരുന്നത്. നോട്ട് ചെയ്തോണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒന്ന് നമുക്ക് നോക്കണം. അധികാരങ്ങൾ എന്ന് പറയുന്നത് നിയമിക്കപ്പെടുന്ന കാലയളവിൽ ഇവർക്ക് ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്റേതിന് സമാനമായ അധികാരങ്ങളും നിയമപരമായ സംരക്ഷണവും ഉണ്ടായിരിക്കും. ജില്ലാ പോലീസ് മേധാവി നിശ്ചയിക്കുന്ന പ്രത്യേക യൂണിഫോമും തിരിച്ചറിയൽ കാർഡും ഇവർക്ക് നൽകുന്നതാണ്. പിന്നെ ഇവരുടെ നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വകുപ്പ് 98(7) പ്രകാരമാണ് കേട്ടോ. അതായത് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ നിയന്ത്രണങ്ങൾ, അതായത് ആയുധങ്ങൾ അവരുടെ ഒരു നിയന്ത്രണമാണ്. അതായത് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് യാതൊരുവിധ മാരകായുധങ്ങളും നൽകാൻ പാടുള്ളതല്ല. പിന്നെ കേസ് അന്വേഷണമാണ്. ക്രമസമാധാന പാലനത്തിന് മാത്രമേ ഇവരെ നിയോഗിക്കാൻ പാടുള്ളൂ. നമുക്കറിയാം ഈ ട്രാഫിക് ഒക്കെ ബ്ലോക്ക് വരുമ്പോൾ നിയന്ത്രിക്കുന്നതൊക്കെ ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എക്സ് സർവീസ്മാനും ഒക്കെ ആയിരിക്കും ഈ ട്രാഫിക്കിലൊക്കെ വണ്ടി തടയാനും ഒക്കെ നിൽക്കുന്നത്. അവർക്ക് എന്താണ്, കേസ് അന്വേഷണം ഒന്നും അവർക്ക് കൊടുക്കത്തില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ അതാണ് പറയുന്നത്, ക്രമസമാധാന പാലനത്തിന് മാത്രമേ ഇവരെ നിയോഗിക്കാൻ പാടുള്ളൂ. ഒരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെയോ പരാതികളുടെയോ അന്വേഷണ ചുമതലകൾ ഇവരെ ഏൽപ്പിക്കാൻ നിയമം അനുവദിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. അപ്പൊ സ്പെഷ്യൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അതുപോലെ തന്നെ അവരുടെ കാലാവധിയും പിരിച്ചുവിടലുമാണ്, അതുകൂടെ പറഞ്ഞില്ല. അപ്പൊ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ കാലാവധി എന്ന് പറഞ്ഞാൽ ഇതൊരു പൂർണ്ണമായും താൽക്കാലികമായ നിയമനമാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണേലും പിരിച്ചുവിടാം. അതായത് ജില്ലാ പോലീസ് മേധാവിക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകാതെയോ കൃത്യമായ കാരണം കാണിക്കാതെയോ ഇവരുടെ സേവനം ഏത് സമയത്തും അവസാനിപ്പിക്കാവുന്നതാണ് കേട്ടോ. അതുകൂടെ നോട്ട് ചെയ്തോണേ. ഇനി അടുത്ത ചോദ്യം, കേരള പോലീസ് ആക്ട് 117 വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? അപ്പൊ കേരള പോലീസ് ആക്ട് 117 വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 വർഷം വരെ തടവാണ്. 3 വർഷം വരെ തടവാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പറയുന്നത്, 2011 കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 117 പോലീസിന്റെ ഔദ്യോഗിക ചുമതലകളിൽ അനധികൃതമായി ഇടപെടുന്നതിനും തടസ്സം നിൽക്കുന്നതിനുള്ള ശിക്ഷകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ വകുപ്പ് പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കുറ്റകരമാണ്. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം.
ചുമതലകളിൽ നിന്ന് പിന്തിരിപ്പിക്കൽ, അതായത് പോലീസിലെ ഏതെങ്കിലും അംഗത്തെ തങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നോ അച്ചടക്കം പാലിക്കുന്നതിൽ നിന്നോ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പോലീസിന്റെ ചുമതലകൾ ഏറ്റെടുക്കൽ, പോലീസിന്റെ അധികാരങ്ങളോ പ്രവർത്തനങ്ങളോ നിയമപരമായി സ്വയം ഏറ്റെടുക്കുക. പിന്നെ ആൾമാറാട്ടം, നിയമപരമായ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊരാൾ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ആൾമാറാട്ടം നടത്തുക. പിന്നെ തെറ്റായ വിവരങ്ങൾ നൽകുക, പോലീസിന്റെ അന്വേഷണത്തിലോ ഡ്യൂട്ടിയിലോ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ബോധപൂർവം തെറ്റായ വിവരങ്ങൾ നൽകുക. പിന്നെ തടസ്സപ്പെടുത്തൽ ഓർ ഭീഷണിപ്പെടുത്തൽ, പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് തടയുക, ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ആക്രമിക്കുക ഒക്കെ ചെയ്യുന്നതൊക്കെ കുറ്റകരമാണ്. ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതിനുള്ള ശിക്ഷയാണ്, ഈ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടാൽ 3 വർഷം വരെ തടവോ പിഴ 10,000 രൂപ വരെയാണ്, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാവുന്നത് ആണ്. അടുത്ത ചോദ്യം, അടുത്ത വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 11 പ്രകാരം 3-ാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പൊതുവിവര ഓഫീസർ അത് പൊതു താല്പര്യമാണെന്ന് കരുതുകയും 3-ാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താലാണ് എന്താണ് വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക കേട്ടോ. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ എടുക്കുക. അപ്പൊ നമുക്ക് നോക്കാം. വിവരാവകാശ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 11. ഈ സെക്ഷൻ 11 ആണ് 3-ാം കക്ഷിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 11. ആരാണ് ഈ 3-ാം കക്ഷി അഥവാ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു അപേക്ഷകൻ പൊതു അധികാരിയോട് വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ വിവരങ്ങൾ അപേക്ഷകന്റെയോ പൊതു അധികാരികളുടെയോ അല്ലാതെ മറ്റൊരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സംബന്ധിക്കുന്നതാണെങ്കിൽ അയാളെ 3-ാം കക്ഷി എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് 3-ാം കക്ഷി? ഒരു അപേക്ഷകൻ പൊതു അധികാരിയോട് വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ വിവരങ്ങൾ അപേക്ഷകന്റേതോ പൊതു അധികാരിയുടേതോ അല്ലാതെ മറ്റൊരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സംബന്ധിക്കുന്നതാണെങ്കിൽ അയാളെ 3-ാം കക്ഷി എന്ന് വിളിക്കുന്നു. ഇനി 3-ാം കക്ഷിയുടെ അഭിപ്രായം തേടലൂടെ പഠിച്ചു വെക്കണം. 3-ാം കക്ഷിയുടെ അഭിപ്രായം തേടൽ, അതായത് അപേക്ഷിച്ച വിവരങ്ങൾ 3-ാം കക്ഷിയുടേതാണെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ച തീയതി മുതൽ 5 ദിവസത്തിനകം 3-ാം കക്ഷിക്ക് രേഖാമൂലം നോട്ടീസ് അയക്കണം. ഇനി അഭിപ്രായം തേടലിന് വേണ്ടി 5 ദിവസത്തിനുള്ളിൽ എന്താണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് അയക്കണം. എന്നാൽ അഭിപ്രായം അറിയിക്കാനുള്ള സമയം അറിഞ്ഞിരിക്കണം. അഭിപ്രായം അറിയിക്കാനുള്ള സമയം, അതായത് നോട്ടീസ് ലഭിക്കുന്ന തീയതി മുതൽ 10 ദിവസത്തിനകം 3-ാം കക്ഷിക്ക് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനെതിരെയോ അനുകൂലമായോ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇനി തീരുമാനം എടുക്കൽ, അതായത് 3-ാം കക്ഷിയുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് അപേക്ഷകന് വിവരം നൽകണോ വേണ്ടയോ എന്ന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് തീരുമാനമെടുക്കുകയും അക്കാര്യം അപേക്ഷകനെ അറിയിക്കുകയും ചെയ്യും. പൊതു താല്പര്യം, പബ്ലിക് ഇൻട്രസ്റ്റ്, അതായത് 3-ാം കക്ഷിയുടെ സ്വകാര്യതയേക്കാൾ വലുതാണ് പൊതു താല്പര്യമെന്ന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ 3-ാം കക്ഷിയുടെ എതിർപ്പ് അവഗണിച്ച് വിവരം നൽകാവുന്നതാണ് കേട്ടോ. പൊതു താല്പര്യമാണെങ്കിൽ 3-ാം കക്ഷിയുടെ വിവരം എതിർപ്പ് അവഗണിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ അപ്പീൽ ചെയ്യാനുള്ള കാര്യം, അതായത് 3-ാം കക്ഷി നൽകുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തീരുമാനിച്ചാൽ ആ തീരുമാനം 3-ാം കക്ഷിക്ക് 30 ദിവസത്തിനകം അപ്പലേറ്റ് അതോറിറ്റിക്ക് മുമ്പാകെ അപ്പീൽ നൽകാവുന്നതാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, IT ആക്ട് 66F ഏത് സാഹചര്യത്തിലാണ് ചുമത്തുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. എന്തിനാണ് ചുമത്തുന്നത്? ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായ ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു കേട്ടോ. ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായ ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സെക്ഷൻ 66F. 66F ആണ് എന്താണ് IT ആക്ടിലെ സെക്ഷൻ 66F ആണ് സൈബർ ടെററിസം. അപ്പൊ നമുക്ക് നോക്കാം. സെക്ഷൻ 66F സൈബർ ടെററിസം എന്ന് നമുക്കറിയാം. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവയെ ഭീഷണിപ്പെടുത്താനോ ജനങ്ങളിൽ ഭീതി ജനിപ്പിക്കാനോ വേണ്ടി കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ അനധികൃതമായി ഉപയോഗിക്കുന്നതിനെതിരെയാണ് ഈ ഒരു വകുപ്പ് ചുമത്തുന്നത്. ഇനി IT ആക്ട് സെക്ഷൻ 66F സൈബർ ടെററിസം അഥവാ സൈബർ ഭീകരവാദത്തിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ഭീകരവാദത്തിൽ ഏർപ്പെടുകയോ അതിനായി ഗൂഢാലോചന നടത്തുകയോ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തം വരെ തടവാണ് കേട്ടോ. പരമാവധി ശിക്ഷ എത്രയാണ്? ജീവപര്യന്തം വരെ തടവാണ്. ജീവപര്യന്തം തടവാണ്. ഇനി അടുത്ത ചോദ്യം, ഒരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെ കുറിച്ച് വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു, പക്ഷേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിരസിക്കുന്നു. RTA നിയമത്തിലെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവ് ന്യായീകരിക്കാൻ സാധിക്കുക എന്നാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒരു പത്രപ്രവർത്തകൻ
ക്യാബിനറ്റ് പേപ്പറുകളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നു. പക്ഷേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിരസിക്കുന്നു. RTA ആക്ടിലെ അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവ് ന്യായീകരിക്കാൻ സാധിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് കേട്ടോ. വകുപ്പ് 8(1)(i) ആണ് കേട്ടോ. വകുപ്പ് 8(1)(i). അപ്പൊ നമുക്ക് നോക്കാം. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 8(1)(i) പറയുന്നത് എന്താണ്? മന്ത്രിസഭാ രേഖകൾ നോട്ട് ചെയ്തോണേ. മന്ത്രിസഭാ രേഖകൾ, മന്ത്രിമാർ, സെക്രട്ടറികൾ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരുടെ ചർച്ചകളുടെ രേഖകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതാണ് RTA ആക്ടിലെ സെക്ഷൻ 8(1)(i) എന്ന് പറയുന്നത്. ഇനി തീരുമാനത്തിന് ശേഷമുള്ള ലഭ്യത, അതായത് എന്നാൽ മന്ത്രിസഭ ഒരു കാര്യത്തിന് അന്തിമ തീരുമാനമെടുക്കുക. അവർ ചർച്ച ചെയ്യുന്ന തീരുമാനങ്ങളൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. എന്നാൽ പക്ഷേ മന്ത്രിസഭ ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയും ആ വിഷയം പൂർണ്ണമാകുകയും ചെയ്തതിന് ശേഷം ഈ തീരുമാനങ്ങളെ അതിലേക്ക് നയിച്ച കാരണങ്ങളും പശ്ചാത്തല രേഖകളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വകുപ്പ് 9 ആണ് വ്യക്തിഗത പകർപ്പവകാശം, അതായത് കോപ്പിറൈറ്റ് ലംഘിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സെക്ഷൻ 9 പറയുന്നത്. അതായത് ഞാൻ പറയാം, സെക്ഷൻ 9 എന്താണ്? വ്യക്തിഗത പകർപ്പവകാശം ലംഘിക്കുന്ന വിവരങ്ങൾ നൽകുന്നത് നിരസിക്കാനുള്ള അധികാരമാണ് പറയുന്നത്. കോപ്പിറൈറ്റ് അധികാരങ്ങളാണ് സെക്ഷൻ 9 പറയുന്നത്. ഇനി സെക്ഷൻ 2(f) എന്ന് പറയുന്നത് വിവരമാണ്. വിവരവും ഇൻഫർമേഷൻ എന്താണെന്ന് നിർവചിക്കുന്നതാണ് സെക്ഷൻ 2(f). ഇനി സെക്ഷൻ 11 എന്ന് പറയുന്നത് മൂന്നാം കക്ഷി വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 11. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചതാണ്. അടുത്ത ചോദ്യം, IT ആക്ട് 2000 67B സെക്ഷൻ 67B വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 67B വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കലാണ് കേട്ടോ. അപ്പൊ അതായത് IT ആക്ട് സെക്ഷൻ 67B എന്ന് പറയുന്നത് കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിക്കുന്ന അതല്ലെങ്കിൽ കുട്ടികൾ ഉൾപ്പെടുന്ന അശ്ലീല ദൃശ്യങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ തിരയുകയോ ഡൗൺലോഡ് ചെയ്യുകയോ കൈവശം വെക്കുകയോ ചെയ്യുന്നത് ഈ വകുപ്പ് പ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അതാണ് സെക്ഷൻ 67B എന്ന് പറയുന്നത്. ചൈൽഡ് പോണോഗ്രഫിയാണ്. സെക്ഷൻ 67 പോണോഗ്രഫി അശ്ലീലതയെ കുറിച്ചാണ് സെക്ഷൻ 67. സെക്ഷൻ 67A പോണോഗ്രഫിയും സെക്ഷൻ 67B ചൈൽഡ് പോണോഗ്രഫിയാണ്. സെക്ഷൻ 67B ചൈൽഡ് പോണോഗ്രഫിക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ 5 വർഷം വരെ നീളാവുന്ന തടവും 7 വർഷം വരെ ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയാണ്. 5 വർഷം വരെ നീളാവുന്ന തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. അതുപോലെ തന്നെ കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ നീളാവുന്ന തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് കേട്ടോ. അത്ര അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ചോദ്യം, NDPS നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തന്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്തു സംഭവിക്കും എന്നാണ് വെച്ചിരിക്കുന്നത്. എന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ് എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് വകുപ്പ് അഥവാ വകുപ്പ് 25 സെക്ഷൻ 20 NDPS ആക്ട് സെക്ഷൻ 25 എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ്? ഒരാൾ തന്റെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള വീട്, മുറി, സ്ഥലം, വാഹനം അല്ലെങ്കിൽ മൃഗങ്ങളെ മറ്റൊരാൾക്ക് മയക്കുമരുന്ന് സംബന്ധമായ നിയമവിരുദ്ധമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ബോധപൂർവം വിട്ടുകൊടുക്കുകയോ അനുവദിക്കുകയോ ചെയ്താൽ ആ വ്യക്തിയും ഈ വകുപ്പ് പ്രകാരം ശിക്ഷാർഹനാണ്. വകുപ്പ് 25 ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത് ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് ഏത് മയക്കുമരുന്ന് കുറ്റത്തിനാണോ സ്ഥലം അനുവദിച്ചത് ആ കുറ്റത്തിന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള അതേ കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കും. സാധാരണയായി 10 വർഷത്തിൽ കുറയാത്ത തടവും ശിക്ഷയുമാണ് ഈ ഒരു കുറ്റകൃത്യത്തിന് ലഭിക്കുന്നത്. ഇനി വകുപ്പ് 27 ഓപ്ഷനിൽ കൊടുത്ത വകുപ്പ് 27 എന്ന് പറയുന്നത് മയക്കുമരുന്ന് വ്യക്തിഗതമായി ഉപയോഗിക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാവേ NDPS ആക്ടിലെ സെക്ഷൻ 27 എന്താണെന്ന് ചോദിക്കാം. എന്താണ്? മയക്കുമരുന്ന് വ്യക്തിഗതമായി ഉപയോഗിക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നത്. മയക്കുമരുന്നിന്റെ തരംതിരിച്ചുള്ള ശിക്ഷ ഇത് ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ഏതാണെന്ന് ആശ്രയിച്ചിരിക്കും ഇതിലെ ശിക്ഷാ നിയമങ്ങൾ കേട്ടോ. അപ്പൊ വകുപ്പ് 27 ശിക്ഷാ നിയമങ്ങൾ എന്ന് പറയുന്നത് ആ മയക്കുമരുന്നിന്റെ തരം ഉപയോഗിക്കുന്നതിനെ അനുസരിച്ചിരിക്കും അതിന്റെ ഒരു ശിക്ഷാ നടപടികൾ വരുന്നത്. അതായത് അതുകൂടെ അറിഞ്ഞിരിക്കണം. കൊക്കൈൻ, മോർഫിൻ, ഹെറോയിൻ തുടങ്ങിയ കഠിനമായ മയക്കുമരുന്നുകൾ നർക്കോട്ടിക് ഡ്രഗ്സ് ഉപയോഗിച്ചാൽ 1 വർഷം വരെ തടവോ അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കാം. ഇവയല്ലാതെ മറ്റു മരുന്നുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ശിക്ഷ 6 മാസം വരെ തടവോ അല്ലെങ്കിൽ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. ഇനി നമ്മൾ സെക്ഷൻ 27A NDPS ആക്ട് സെക്ഷൻ 27A നടന്നിരിക്കണം. ഇതിൽ നിന്നും വ്യത്യസ്തമായി നിയമവിരുദ്ധമായ ലഹരിക്കടത്തിന് പണം നൽകുന്നതിനും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനുള്ള ശിക്ഷാ വകുപ്പാണ് വകുപ്പ് 27A പറയുന്നത്. ഇതിന് 10 മുതൽ 20 വർഷം വരെ തടവ് ലഭിക്കാം വകുപ്പ് 27A കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം.
വകുപ്പ് 3 പോക്സോ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമമായി കണക്കാക്കുന്നത്? നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമമായിട്ട് കണക്കാക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും വസ്തുക്കൾ തിരുകലാണ് നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമമായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. പോക്സോ ആക്ടിലെ സെക്ഷൻ 3 എന്താണ്? തുളച്ചു കയറ്റമുള്ള ലൈംഗിക അതിക്രമം അഥവാ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്താണെന്ന് നിർവചിക്കുന്നതാണ് ഈ വകുപ്പിൽ. അതായത് ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് ലിംഗം, വിരൽ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു അനുവാദമില്ലാതെ പ്രവേശിക്കുകയോ തിരുകുകയോ ചെയ്യുന്നത് ഇതിന്റെ പരിധിയിൽ വരുന്ന ആണ് കേട്ടോ. സെക്ഷൻ 3ന്റെയാണ് പോക്സോ ആക്ട് സെക്ഷൻ 3. ഇനി വകുപ്പ് 4 എന്താണെന്ന് നോക്കാം. പോക്സോ ആക്ടിലെ സെക്ഷൻ 4 വകുപ്പ് 3 പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് നൽകേണ്ട ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കുറഞ്ഞത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് കേട്ടോ ഇത് നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. ഇനി അത് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള വകുപ്പ് 5, അതായത് പോക്സോ ആക്ടിലെ സെക്ഷൻ 5 എന്താണ്? ഗുരുതരമായ തുളച്ചു കയറ്റമുള്ള ലൈംഗിക അതിക്രമണം വ്യക്തമാക്കുന്നു. അഥവാ അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട്. അതായത് ഉദാഹരണത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതൊക്കെയാണ് പോക്സോ ആക്ട് സെക്ഷൻ 5 വരുന്നത്. ഇനി പോക്സോ ആക്ട് സെക്ഷൻ 7 എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമം സെക്ഷൽ അസോൾട്ടിനെ നിർവചിക്കുന്നു. അതായത് തുളച്ചു കയറ്റമില്ലാതെ ലൈംഗിക താല്പര്യത്തോടെ കുട്ടികളെ സ്വകാര്യമായി സ്പർശിക്കുന്നതാണ് സെക്ഷൻ 7. ഇനി പോക്സോ ആക്ട് സെക്ഷൻ 11 എന്ന് പറയുന്നത് ലൈംഗിക ശല്യം സെക്ഷൽ ഹറാസ്മെന്റിനെ നിർവചിക്കുന്നു. അതായത് കുട്ടികൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, ഭീഷണിപ്പെടുത്തുക, അശ്ലീല വസ്തുക്കൾ കാണിക്കുക എന്നിവയൊക്കെ സെക്ഷൻ 11 വരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അവസാനത്തെ ചോദ്യം. പോക്സോ നിയമത്തിലെ വകുപ്പ് 22 തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്നു. ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല. അപ്പൊ എന്താണെന്ന് നോക്കാം. വകുപ്പ് 22 പോക്സോ ആക്ടിലെ സെക്ഷൻ 22 എന്താണ്? വ്യാജ പരാതികൾ നൽകുന്നതിനോ അല്ലെങ്കിൽ ഒരാളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി തെറ്റായ വിവരങ്ങൾ നൽകുന്നതിനോ ഉള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് പോക്സോ ആക്ടിലെ സെക്ഷൻ 22. വ്യാജ പരാതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 22. ഇനി സെക്ഷൻ 22(1) എന്ന് പറയുന്നത് പോക്സോ ആക്ട് സെക്ഷൻ 22(1) എന്ന് പറയുന്നത് മനഃപൂർവ്വം ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താനോ ദ്രോഹിക്കാനോ വേണ്ടി വ്യാജ പരാതി നൽകുന്ന ഏതൊരു വ്യക്തിക്കും 6 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാം കേട്ടോ. അതൊന്നും പഠിച്ചു വെക്കണേ. പോക്സോ ആക്ടിലെ സെക്ഷൻ 22 ആണ് വ്യാജ പരാതികൾ നൽകുന്നതിനെ കുറിച്ച്. സെക്ഷൻ 22(1) ആണ് മനഃപൂർവ്വമായ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താനോ ദ്രോഹിക്കാനോ വേണ്ടി വ്യാജ പരാതി നൽകുന്ന ഏതൊരു വ്യക്തിക്കും 6 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായിട്ട് ലഭിക്കാം. ഇനി കുട്ടികൾക്കുള്ള ഇളവ് നോക്കാം. അത് സെക്ഷൻ 22(2) ആണ് കേട്ടോ. സെക്ഷൻ 22(2) ആണ്. 22ലാണ് കുട്ടികൾക്കുള്ള ഇളവിനെ കുറിച്ച് പറയുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഒരു കുട്ടിയാണ്, 18 വയസ്സിൽ താഴെയുള്ള വ്യക്തിയാണല്ലോ പോക്സോ ആക്ട് പ്രകാരം കുട്ടിയായിട്ട് കാണുന്നത്. 18 വയസ്സിൽ താഴെയുള്ള വ്യക്തി ഇത്തരത്തിൽ തെറ്റായ പരാതി നൽകുന്നതെങ്കിൽ ആ കുട്ടിക്കെതിരെ യാതൊരുവിധ ശിക്ഷാ നടപടികളും ഈ വകുപ്പ് പ്രകാരം സ്വീകരിക്കാൻ പാടുള്ളതല്ല. കുട്ടികളെ കള്ളക്കേസുകളിൽ കൊടുക്കുന്നതിൽ നിന്നും മാനസിക പീഡനങ്ങളിൽ നിന്നും സംരക്ഷിക്കാനാണ് ഈ ഒരു പ്രത്യേക വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വകുപ്പ് 19 സെക്ഷൻ 19 പോക്സോ ആക്ടിലെ സെക്ഷൻ 19 റിപ്പോർട്ടിംഗ് ഓഫ് ഒഫൻസസ് ആണ്. അതായത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പോലീസിനെയോ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെയോ റിപ്പോർട്ട് ചെയ്യേണ്ട നിർബന്ധമാണ് എന്ന് ഈ വകുപ്പ് വ്യക്തമാക്കുന്നു. വിവരം മറച്ചു വെക്കുന്നത് കുറ്റകരമാണ്. സെക്ഷൻ 21 പ്രകാരം ശിക്ഷ ലഭിക്കാം കേട്ടോ. അതുപോലെ തന്നെ പോക്സോ ആക്ട് സെക്ഷൻ 28 പോക്സോ കേസുകളുടെ വേഗത്തിലുള്ള വിചാരണയ്ക്കായി ഓരോ ജില്ലയിലും സ്പെഷ്യൽ കോടതികളെ സ്ഥാപിക്കാൻ ഈ ഒരു വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. പോക്സോ ആക്ട് സെക്ഷൻ 28 ആണ് പോക്സോ കേസുകളുടെ വേഗത്തിലുള്ള വിചാരണയ്ക്കായി ഓരോ ജില്ലയിലും സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കാൻ ഈ ഒരു വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു കേട്ടോ. സ്പെഷ്യൽ കോർട്സ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, അതായത് CPO WCPOയുടെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ PYQ റിവിഷൻ രണ്ടാമത്തെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതിനു മുമ്പത്തെ ക്ലാസ് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ PYQ റിവിഷന്റെ ആദ്യത്തെ ക്ലാസ്സും വലിയ സപ്പോർട്ട് കിട്ടിയില്ല. അപ്പൊ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ പഠിക്കുന്ന കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോട് മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഉടനെ ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡേഷൻ പോകുന്നതാണ്. അപ്പം ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും